എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2025 ബഡ്ജറ്റിൽ ആദായ നികുതിയിൽ വിവിധ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ നികുതി സ്കീമിൽ നടപ്പ് സാമ്പത്തിക വർഷം ആരൊക്കെ എന്തിനൊക്കെ എത്ര നികുതി കൊടുക്കേണ്ടി വരും എന്ന സംശയവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരണം എന്ന രീതിയിലാണ് ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. പുതിയ നികുതി ഘടന പ്രകാരം ആരൊക്കെ നികുതി നൽകണമെന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. വരുമാനം ഏത് തരത്തിലുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നികുതി തീരുമാനിക്കുന്നത്. ആദായ നികുതി നിയമത്തിൽ പട്ടിക നിരക്ക് പ്രകാരം നികുതി ചുമത്തുന്ന വരുമാനങ്ങൾ, പ്രത്യേക നിരക്ക് പ്രകാരം നികുതി ഈടാക്കുന്ന വരുമാനങ്ങൾക്ക് എന്നിങ്ങനെ രണ്ട് വിഭാഗമുണ്ട്. ശമ്പളം, പലിശ, കെട്ടിട വാടക, ബിസിനസ് തുടങ്ങിയ വരുമാനം മാത്രമുള്ളവരാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത്. ഇവരുടെ വാർഷിക വരുമാനം 12 ലക്ഷം രൂപയുടെ താഴെയാണെങ്കിലും നികുതി നൽകേണ്ടതായിട്ട് വരുന്നില്ല. ശമ്പള വരുമാനക്കാർക്ക് 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതിനാൽ 12.75 ലക്ഷം വരെ നമുക്ക് വരുമാനമുണ്ടെങ്കിലും നികുതി നൽകേണ്ടതായിട്ട് വരുന്നതല്ല. പഴയ നികുതി ഘടനയിൽ 50,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് ഉണ്ടായിരുന്നത്. തൊഴിൽദാതാവ് NPS-ലേക്ക് തൊഴിലാളിയുടെ പേരിൽ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ 50,000 രൂപ വരെ അതിനും കിഴിവ് ലഭിക്കുന്നതാണ്. മൂലധനം, ലോട്ടറി, ക്രിപ്റ്റോ തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനമാണെങ്കിൽ നമുക്ക് പ്രത്യേക നിരക്കിൽ നികുതി ഈടാക്കുന്ന രണ്ടാം വിഭാഗത്തിലാണ് വരുന്നത്. ഈ വരുമാനം 12 ലക്ഷം രൂപയുടെ താഴെയാണെങ്കിലും ആദായ നികുതി നൽകേണ്ടതായിട്ട് വരുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ട എന്നത് ബാധകമാകുന്നത് എന്നു മുതൽ എന്നാണ് പരിശോധിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷം, അതായത് 2025 ഏപ്രിൽ 1 മുതലുള്ള വരുമാനത്തിനാണ് ഇത് ബാധകമാകുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ 7 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിനും നികുതി നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നതല്ല. അടുത്തത് പുതുക്കിയ നികുതി ഘടന എങ്ങനെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പുതുക്കിയ നികുതി ഘടനയിൽ ആദ്യത്തെ 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. തുടർന്നുള്ള നിരക്ക് താഴെ നമ്മൾ പറയുന്നതാണ്. പ്രധാനമായിട്ടും 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് 4 ലക്ഷം രൂപ മുതലുള്ള വരുമാനത്തിന് നികുതി നിരക്ക് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. പുതിയ നികുതി സ്കീമിൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി ഇല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. 12 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഇല്ലാത്തവർ നികുതി നൽകേണ്ടതായിട്ട് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്കും ഈ നിരക്ക് പ്രകാരം നികുതിയുണ്ട്. എന്നാൽ ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 87A പ്രകാരം ആ നികുതി മുഴുവൻ 60,000 രൂപ കിഴിവായി ലഭിക്കുന്നത് കൊണ്ട് നികുതി നൽകേണ്ടതില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ആകെ വരുമാനം 12 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഈ കിഴിവ് കിട്ടുന്നതല്ല. അപ്പോൾ അടിസ്ഥാന കിഴിവായ 4 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മുഴുവൻ വരുമാനത്തിനും നികുതി നൽകേണ്ടതാണ്. ഉദാഹരണത്തിന് ഒരാളുടെ ആകെ വരുമാനം 12 ലക്ഷം രൂപയാണെങ്കിൽ അയാളുടെ നികുതി ബാധ്യത കണക്ക് കൂട്ടുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. ആകെ വരുമാനം 13 ലക്ഷം രൂപയാണെങ്കിൽ 87A പ്രകാരം വകുപ്പിന്റെ കിഴിവ് കിട്ടാത്തതിനാൽ 12 ലക്ഷം രൂപ മുതൽ 13 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നമുക്ക് നൽകേണ്ടത് 15,000 രൂപയും 4% സെസ്സും കൂടെ ചേർത്ത് 60,000 പ്ലസ് 15,000 പ്ലസ് 3,000 മൊത്തം 78,000 രൂപ നമ്മളിവിടെ നികുതിയായിട്ട് നൽകേണ്ടി വരുന്നതാണ്. പ്രത്യേക നിരക്ക് പ്രകാരം നികുതി ഈടാക്കുന്ന മൂലധന ലാഭം, ലോട്ടറി, ക്രിപ്റ്റോ തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനത്തിന് 87A പ്രകാരം വകുപ്പ് പ്രകാരമുള്ള കിഴിവ് കിട്ടുന്നതല്ല. അടുത്ത നമ്മൾ പരിശോധിക്കുന്നത് ഒരു വ്യക്തിയുടെ ആകെ വരുമാനം 15 ലക്ഷം രൂപയും അതിൽ പട്ടിക നിരക്ക് പ്രകാരം നികുതി ബാധ്യതയുള്ളത് 10 ലക്ഷവും പ്രത്യേക നിരക്ക് ബാധകമായ വകുപ്പ് പ്രകാരം 5 ലക്ഷം രൂപയും എങ്കിൽ 87A പ്രകാരമുള്ള കിഴിവ് കിട്ടുമെന്നാണ് പരിശോധിക്കുന്നത്. ഇവിടെ കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിലെ പട്ടിക നിരക്ക് പ്രകാരമുള്ള വരുമാനത്തിന് കിഴിവ് അവകാശപ്പെടാവുന്നതാണ്. ബാക്കിയുള്ള 5 ലക്ഷത്തിന് ആ വിഭാഗത്തിന് പറഞ്ഞിട്ടിരിക്കുന്ന നിരക്ക് പ്രകാരം നികുതിയും സെസ്സും നൽകേണ്ടതാണ്. അടുത്തത് പ്രവാസികൾക്ക് 87A വകുപ്പ് പ്രകാരമുള്ള കിഴിവ് കിട്ടുമോ എന്നാണ് പരിശോധിക്കുന്നത്. നമുക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 87A വകുപ്പ് പ്രകാരമുള്ള കിഴിവ് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള പൗരന്മാർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അടുത്തത് വരുമാനം 12 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ആദായ നികുതി റിട്ടേൺ നൽകണമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അടിസ്ഥാന കിഴിവിൽ കൂടുതൽ വരുമാനമുള്ളവരെല്ലാം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതാണ്.
2025-26 സാമ്പത്തിക വർഷത്തിൽ അടിസ്ഥാന കിഴിവ് 4 ലക്ഷം രൂപയാണ്. അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് ആദായ നികുതി നൽകുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നാണ്. പ്രധാനമായിട്ടും 4 ലക്ഷത്തിന് മുകളിൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ളവർക്ക് ആദായ നികുതി ബാധ്യതയുണ്ട്. ഇവർക്ക് പ്രധാനമായിട്ടും 87A പ്രകാരമുള്ള കിഴിവ് കിട്ടണമെങ്കിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ച് അത് അവകാശപ്പെടേണ്ടതാണ്. അതിനാൽ 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ നിർബന്ധമായിട്ടും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് പഴയ നികുതി ഘടനയിൽ മാറ്റമുണ്ടോ എന്നാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും പ്രത്യക്ഷത്തിൽ മാറ്റമില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം നിക്ഷേപങ്ങൾക്കും മറ്റും നൽകിയിരിക്കുന്ന നികുതി ഇളവുകൾ പിൻവലിച്ച് കൂടുതൽ ചെലവ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. അതിനാൽ വിവിധ ഇളവുകൾ നൽകിയിരിക്കുന്ന പഴയ നികുതി സ്കീം അനാകർഷകമാക്കി എല്ലാവരെയും പുതിയ സ്കീമിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടും മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. അത് നമുക്ക് കിട്ടുമോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരാളുടെ ആകെ വരുമാനം 12 ലക്ഷം രൂപ വരെയാണെങ്കിൽ നികുതി ബാധ്യത 87A പ്രകാരം കിഴിവായി ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ആകെ വരുമാനം 12.01 ലക്ഷം രൂപയാണെങ്കിൽ ഈ നികുതി ഘടന പ്രകാരം ആ വ്യക്തിക്ക് അധികമായി ലഭിച്ച വരുമാനത്തെക്കാൾ കൂടുതൽ തുക നൽകേണ്ടി വരും. ഈ അമിതഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പാണ് മാർജിനൽ റിലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് പ്രകാരം അധികം ലഭിച്ച തുകയേക്കാൾ കൂടുതലാണ് നികുതി ബാധ്യതയെങ്കിൽ അധികം ലഭിച്ച തുക മാത്രം നികുതിയായി നൽകിയാൽ മതിയാകും. അതായത് തുടക്കത്തിൽ പറഞ്ഞ വ്യക്തി 1000 രൂപ മാത്രം നികുതിയായി നൽകിയാൽ മതിയാകും. ബാക്കിയുള്ള നികുതി ബാധ്യത കിഴിവ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.